നീ ഏതാ പെണ്ണെ? അടിയൻ ഈ ഇല്ലത്തെ പണിക്കാരത്തി. ആരാ അകത്ത്? ഇല്ലത്തെ ചെറിയ ആത്തേമാര്, മരിച്ച വല്യമ്മൂരുടെ ആത്തേമാര്. പാലക്കുന്നത്ത് നമ്പൂരി 4 വേളി കഴിച്ചു അല്ലേ? മൂത്താള് മരിച്ചു. ഇത് ചെറിയ ആത്തേമാര് കിഴക്കേടത്തുനിന്ന് കൊണ്ടുവന്ന. അങ്ങനെ വരട്ടെ. കിഴക്കേടത്ത് മനക്കൽ നിന്ന് 4-ാം വേളിയായി കൊണ്ടുവന്ന ഉണ്ണിമായ അന്തർജനം അല്ലേ? ശരിയല്ലേ? അവര് തന്നെ. അതെന്തേ പെണ്ണെ അകത്തുള്ള ആൾ ഓരപ്പരയിലിരിക്കണേ? എന്തിനാ ഈ അഭിനയം? ഒരാവശ്യമില്ലാണ്ട് വേണം. അങ്ങനെ അതിന്റെ നിയമം. ഇദ്ദേഹത്തിന് ആ പഴയ ചിട്ടയൊന്നും തെറ്റിക്കരുതെന്ന് നിർബന്ധമുണ്ട്. കാര്യം ക്രോപ്പും കടക്കണും പരിഷ്കാരമൊക്കെ ഉണ്ടെങ്കിലും. ചോദിച്ചത് കേട്ടില്ലേ? അകത്തുള്ള ആളുടെ സ്ഥാനം ഉറപ്പരലാണോ പെണ്ണെ? അതിന് ഒരു ദോഷം വന്നിരിക്കുന്നു. പെണ്ണ് തെറ്റാതെ പറയണുണ്ട്. മോശല്യ. ദോഷച്ച പല വിധത്തിലാവാം. തീണ്ടല്, തൊടല്, തീണ്ടിയത് തിന്നല്. ഇവിടെ എന്താ പറ്റിയെന്ന് നിനക്ക് അറിയോ പെണ്ണെ? അതിന് 4 മാസം വയറ്റിലുണ്ട്. എന്നുവെച്ചാ ഗർഭം വിധവ ഗർഭിണിയായി എന്നതാണ് ഇവിടെ സംഭവിച്ച ദോഷം. അപ്പൊ നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയാതെ വയ്യല്ലോ. ദാ ഇപ്പറഞ്ഞ കുറ്റം സമ്മതിക്കുന്നുണ്ടോന്ന് ചോദിക്കുമെണ്ണേ. എന്നിട്ട് സാധനം പറയുന്ന മറുപടി അക്ഷരം വിടാതെ ഇങ്ങോട്ട് പറഞ്ഞണം. മറുപടി നേരിട്ട് പറയില്ല എന്ന് നിയമമുണ്ട്. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. മര്യാദയ്ക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാ കഷ്ടപ്പെടാതെ കഴിയും. അതും പറഞ്ഞു കൊടുത്തേക്ക്. അവരോട് ഞാൻ എന്താ പറയേണ്ടത്? ഒന്നും പറയണില്ല. മിണ്ടാപ്പൂതം. മിണ്ടാപ്പൂതങ്ങളെ മിണ്ടിക്കാനുള്ള വഴികളും വശമുണ്ട്. കുടിവെള്ളം കൊടുക്കണ്ട. ദാ അത്രയ്ക്കയ്യോ? ആ ശരി, ചെറുതായിട്ട് ഓരോ പ്രയോഗങ്ങൾ തുടങ്ങാം. തെറ്റില്ല. അപ്പോ ഇന്ന് മതിയാക്കല്ലേ? ആ ഓദിക്കനല്ലേ ആവക്കോയ്മയുടെ സ്ഥാനത്ത് ഊണിന്റെ ഏർപ്പാട് നേരത്തെ നോക്കിക്കോളൂ. ആരാ ദഹരണത്തിന്? നമ്മുടെ ശുപ്പാമണി കേവന. ഹായ്, വരിക വരിക. Namah Shivaya. 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 വൈദ്യന്മാരാരെങ്കിലും ഈ അവസ്ഥയിൽ കിഴക്കിടത്തിനോട് ഒന്നും പറയാൻ വയ്യല്ലോ. ഞാൻ ഓടി വന്നത് വരാതെ തന്നെ വിവരം കിട്ടി. അപ്പ വീണതാണ് അച്ഛൻ.
കിടക്കുന്നത് കണ്ടില്ലേ? വിചാരണ നടത്തി പുറത്താക്കാൻ കാത്തു നിൽക്കണോ വാസേവൻ? വിചാരണ നടത്തുന്നത് ഒരു മനുഷ്യജീവിയാണെന്ന് കരുതാറില്ല. ഈ ധർമ്മശാസ്ത്രത്തിൽ പ്രതിയെപ്പറ്റി പറയുന്നത് തന്നെ സാധനമെന്നല്ലേ? ഇതൊക്കെ എന്നെ പഠിപ്പിക്കണത് എന്തിനാ കുഞ്ചുണ്ണി? പുറത്താക്കുന്നത് വരെ നിൽക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ? ഇങ്ങോട്ടോ? ഈ പട്ടി ചവിട്ടിയാൽ ഞാൻ... അവരിവിടെ ജനിച്ചു വളർന്നതല്ലേ? ഒരു തെറ്റ് പറ്റി എന്ന് വെച്ച് സ്വന്തം അനുജത്തി അല്ലാതാവില്ലല്ലോ വാസവൻ. അല്ല, എന്റെ ആരുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുള്ളത് എന്റെ മഹാശാപം. ഇതറിഞ്ഞ മുതൽ ശാന്തിപ്പണിക്ക് ഞാൻ പോയിട്ടില്ല കുഞ്ചുണ്ണി. അറിയോ, ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യാത്ത സ്ഥിതി വരുത്തി വെച്ചില്ലേ ഒരുമ്പെട്ടോള്. നാലാൾ അറിയും മുമ്പ് തല്ലിക്കൊന്ന് വല്ല കുളത്തിലോ കിണറ്റിലോ ഇടായിരുന്നില്ലേ അശ്രീകരത്തിന്?